എന്നെ ഇത്രമേൽ സ്വാധീനിച്ച മറ്റൊരു ജീവിത കഥയില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു. കണ്ണീര് കൊണ്ടല്ലാതെ ആ ചരിത്രം നമുക്ക് തുടങ്ങാനും അവസാനിപ്പിക്കാനും ആവില്ല. അത്രത്തോളം വികാരാതീതനായിക്കൊണ്ടല്ലാതെ ഒരാളും ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയില്ല. ഇന്ന് ആ ജീവിതം തുടക്കം മുതൽ അവസാനം വരെ ഒരു കഥാരൂപേണ നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബിലാൽ തങ്ങളുടെ കൂടെ നമ്മളെയും അവൻ്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അബിസീനിയ, ഇന്നത്തെ എത്യോപ്യൻ നഗരം, ചരിത്രപ്രധാനമായിട്ട് മുസ്ലിങ്ങൾക്ക് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണത്. അവിടെ ക്രിസ്ത്യൻസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. നജ്ജാശി രാജാവും ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യ പലായനത്തിൻ്റെ കഥയുമൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ്. അവിടേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അബ്സീനിയയുടെ തൊട്ടടുത്ത പ്രദേശമായിരുന്ന യമനിൽ അന്ന് ജൂതന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അവർ ഈ അബ്സീനിയക്കാരെ നിരന്തരം പീഡിപ്പിക്കാൻ തുടങ്ങി. പീഡനം ഇങ്ങനെ സഹിക്കവയ്യാതായപ്പോഴാണ് ഇവിടെ നജാഷിക്ക് കീഴിലുണ്ടായിരുന്ന ഒരു രാജാവ്, അദ്ദേഹത്തിൻ്റെ പേര് അബർഹത്ത് എന്നാണ്. അദ്ദേഹം ഒരു സംഘമുണ്ടാക്കി ഒരു സൈന്യവുമായിട്ട് പോയി ഈ യമനിലെ ജൂതന്മാർക്കെതിരെ, അവിടുത്തെ ദുന്നുവാസ് രാജാവിനെതിരെ ഒരു യുദ്ധം നടത്തുകയാണ്. ആ യുദ്ധത്തിൽ ദുന്നുവാസ് രാജാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ അബ്രഹത്തും നജ്ജാശി രാജാവുമൊക്കെ യമൻ കീഴടക്കുകയാണ്. അതോടുകൂടെ യമൻ ഒരു ക്രിസ്ത്യൻ രാജ്യമായിട്ട് മാറുന്നു. യമൻ ക്രിസ്ത്യൻ രാജ്യമായി മാറിയതോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരെ ഈ ക്രിസ്ത്യൻസ് ഇവരെ പീഡിപ്പിച്ചതിന് പ്രതിഫലമായി കൊണ്ട് തിരിച്ചങ്ങോട്ട് നിരന്തരം പീഡനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ യമനിൽ അവിടെ ഉണ്ടായിരുന്ന ഈ നജാശി രാജാവിന് വേണ്ടിയിട്ട് ഈ അബറഹത്ത് ഒരു വലിയ ദേവാലയം പണിയുന്നത്. കുല്ലൈസ് എന്നായിരുന്നു അതിൻ്റെ പേര്. ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൻ്റെ അവശേഷിപ്പുകളും മുത്ത് രത്നങ്ങളൊക്കെ കൊണ്ട് വളരെ മനോഹരമാക്കി പണിത വലിയൊരു ദേവാലയമായിരുന്നു കുല്ലൈസ്. സൊൻഹായിലായിരുന്നു ഇത് സ്ഥിതി ചെയ്തിരുന്നത്. ഇത് പണിത് കഴിഞ്ഞപ്പോൾ അബ്രഹത്തിന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് മക്കയായിരുന്നു എല്ലാവരും തീർത്ഥാടന കർമ്മം നിർവഹിച്ചിരുന്ന കഅബ, അത് സ്ഥിതി ചെയ്യുന്ന മക്കയും ആളുകൾ എല്ലാവരും പോയിരുന്നത് ആ മക്കയിലേക്കായിരുന്നു. അതുകൊണ്ട് ആ മക്കയെയും കഅബയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് താൻ ഈ പണിത കുല്ലൈസ് ഒരു വലിയ ദേവാലയമാകണമെന്നും എല്ലാവരും തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്തണമെന്നും അദ്ദേഹത്തിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ ആഗ്രഹമായിട്ട് മുന്നോട്ട് പോവുകയും അതിനുശേഷം മക്കയിൽ നിന്ന് ആരോ വന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ ഭവനത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹം വലിയൊരു ആനപ്പടയുമായിട്ട് ഈ കഅബാലയം തകർക്കാൻ വേണ്ടി പുറപ്പെടുകയൊക്കെ ചെയ്ത കഥ ആനക്കലഹം എന്ന പേരിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഈ അബ്സീനിയയിൽ നിന്ന് ഈ മക്കയിലേക്ക് പോയ സംഘത്തിലെ ഒരു സ്ത്രീ, അവരുടെ പേര് ഹമാമ എന്നായിരുന്നു. ആ വന്ന ആനപ്പടക്കെതിരെ അള്ളാഹു അബാബീൽ പക്ഷികളെ വിട്ട് ആ സൈന്യത്തെ മുഴുവനും കല്ലെറിഞ്ഞ് തുരത്തി ഓടിക്കുന്ന കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അന്ന് ആ സൈന്യത്തിലുണ്ടായിരുന്ന ഈ ഹമാമ എന്ന സ്ത്രീ, അവർ യുദ്ധ തടവുകാരിയായിട്ട് മക്കയിൽ പിടിക്കപ്പെടുകയാണ്. അവർ വർഷങ്ങൾക്ക് ശേഷം അവിടെ തന്നെ ഉണ്ടായിരുന്ന അറേബ്യയിൽ ഉണ്ടായിരുന്ന അടിമയായ റബാഹ് എന്നൊരു യുവാവിനെ വിവാഹം കഴിക്കുന്നു. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ 10 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞ് പറക്കുന്നുണ്ട്, ബിലാൽ. ഉമ്മയും ഉപ്പയും അടിമയായതുകൊണ്ട് തന്നെ ജന്മനാ അവൻ അടിമയായി തന്നെയാണ് ജനിക്കുന്നത്. കറുകറുത്ത നിറം, കണ്ണുകൾ കാപ്പി നിറത്തിലുള്ളതായിരുന്നു, വലിയ ഇടതൂർന്ന് താഴേക്കിറങ്ങിയ മുടി, അവിടെയും ഇവിടെയായിട്ട് പറ്റിക്കിടക്കുന്ന താടി രോമങ്ങൾ. നല്ല ആരോഗ്യദൃഢഗാത്രനായ ആ യുവാവിനെ ഇബ്നു സൗദ, കറുത്ത പെണ്ണിന്റെ മകനെ എന്നായിരുന്നു എല്ലാവരും വിളിപ്പേരിട്ട് വിളിച്ചിരുന്നത്. ആദ്യകാലം മുതലേ ഇങ്ങനെ അപഹാസ്യത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ജീവിത വഴികളിലൂടെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു നന്നേ ചെറുപ്പത്തിൽ തന്നെ നടന്നു തുടങ്ങുന്നത്. മക്കയിലെ വലിയ പ്രമാണിയായിരുന്ന ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായി മാറിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബക്കെടുത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് പ്രവാചകന്റെ മേലിട്ട അത്രയും പ്രവാചകന് വെറുപ്പായിരുന്ന കൊടിയ ശത്രുവായിരുന്ന ഉമയ്യത്ത് ബിൻ ഖലഫാണ് ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അടിമയായിട്ട് സ്വന്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തന്നെയായിരുന്നു പ്രധാനമായിട്ടും അദ്ദേഹത്തെ വശീകരിച്ചത്. എല്ലാ ജോലിക്ക് വേണ്ടിയിട്ടും അദ്ദേഹത്തെ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ
ഇസ്ലാമുമായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ അവതരിച്ചതോടുകൂടെ ഈ ഉമയ്യത്തിന്റെ വീട്ടിൽ രാത്രികാല സംസാരങ്ങൾ മുഴുവനും ഈ പ്രവാചകനെ എങ്ങനെ തകർക്കാം, ആ പ്രവാചകന്റെ ആശയങ്ങളെ പറ്റിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഉമയ്യത്തിന്റെ രാത്രി ചർച്ചകളിൽ നിന്നാണ് പ്രധാനമായിട്ടും ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകനെയും ഇസ്ലാമിനെയൊക്കെ പറ്റി കേൾക്കുന്നത്. ഉടനെ എല്ലാ മനുഷ്യരെയും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന, തൊലി നിറങ്ങൾക്കപ്പുറത്ത് മനുഷ്യരെ മനുഷ്യരായി കാണുന്ന, തൊലി നിറങ്ങൾക്കും വർഗങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു മതം, ഏകനായ ദൈവം, യജമാനെന്നോ അടിമയെന്നോ ഇല്ലാതെ എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിസ്കരിക്കുന്നു. ഇത്രയും കാലം താൻ അപമാനിക്കപ്പെട്ട, പരിഹസിക്കപ്പെട്ട തൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് ഈ മതം തന്നെ അത്രത്തോളം ആകർഷിച്ചതുകൊണ്ടാണ് ഒരു ദിവസം രാത്രിയിൽ പ്രവാചകന്റെ വാതിലിൽ പോയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു മുട്ടുന്നത്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ പുറത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ തങ്ങൾ പറയുന്നു, നബിയെ, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം. ഉടനെ പ്രവാചകൻ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങി നടക്കാൻ വസ്ത്രം പോലുമില്ലാത്ത ബിലാൽ കയ്യിൽ കിട്ടിയ ഒരു ചാക്ക് കൊണ്ട് തൻ്റെ നഗ്നത മറച്ച് പ്രവാചകനെ കാണാൻ വന്നിരിക്കുകയാണ്. നബിയെ, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ തങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ബിലാൽ തങ്ങൾ പൊട്ടിക്കരയാൻ തുടങ്ങി. നബിയെ, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ച അന്നു മുതൽ ഒരു ശരീരവും എന്നെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്രയും പ്രിയപ്പെട്ട മനുഷ്യനായിട്ട് ബിലാൽ അന്നു മുതൽ മാറുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കറുത്തവരെ അത്രത്തോളം മാറ്റി നിർത്തപ്പെടുന്ന, അടിമകളെ അത്രത്തോളം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ തീരത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്. ബിലാൽ തങ്ങൾ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നുവെന്ന് തെളിയിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ പ്രവാചകൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്? ആ സമയത്ത് നബി മറുപടി പറയുന്നുണ്ട്, ഞാൻ പ്രവാചകനാണ്. അതാരാണ്? നിങ്ങൾ ആരാണ് അയച്ചത്? എന്നെ അള്ളാഹുവാണ് അയച്ചത്. അവൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി, ബഹുദൈവാരാധനകളെ ഇല്ലാതാക്കാൻ വേണ്ടി, അതിഥികളെ സൽക്കരിക്കണമെന്നും അഗതികളെ ചേർത്ത് പിടിക്കണമെന്നും പറയാൻ വേണ്ടിയിട്ട്, അവൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എന്നെ അയച്ച പ്രവാചകനാണ് ഞാനെന്ന് അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന ആഗതനോട് സംസാരിക്കുന്നുണ്ട്. ആ വന്ന ആൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങളുടെ കൂടെയുള്ളത്? ആ സമയത്ത് നബി മറുപടി പറയുന്നു, ഒരു അടിമയും ഒരു സ്വതന്ത്രനും. ആ അടിമ എന്നുള്ളത് ബിലാൽ തങ്ങളാണെന്നും സ്വതന്ത്രൻ എന്നുള്ളത് അബൂബക്കർ തങ്ങളാണെന്നും എല്ലാ പണ്ഡിതന്മാരും ഒരേ സമയം അഭിപ്രായപ്പെട്ടതാണ്. ഇങ്ങനെ ആദ്യകാലത്ത് തന്നെ ഇതുപോലെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ബിലാൽ തങ്ങളുടെ വാർത്ത തൻ്റെ ഉടമയായിരുന്ന ഈ ഉമയ്യത്തിൻ്റെ കാതിലും എത്തുകയാണ്. ഉടനെ അദ്ദേഹം ആക്രോശിക്കുന്നുണ്ട്, ഞാനിവിടെ ഇസ്ലാമിനെ എൻ്റെ നഖവും പല്ലും ഒക്കെ ഉപയോഗിച്ചിട്ട് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകനെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഓരോ അവസരവും നോക്കി നടക്കുകയാണ്. ആ സമയത്താണോ എൻ്റെ എച്ചിൽ നിന്ന് ജീവിക്കുന്ന എൻ്റെ അടിമയായ ബിലാൽ ആ മുഹമ്മദിൽ വിശ്വസിക്കുന്നു. അദ്ദേഹം ആക്രോശിക്കുകയാണെന്ന്. സമയം രാത്രിയായപ്പോൾ വീട്ടിലേക്ക് വരുന്ന ബിലാൽ തങ്ങളോട് ഈ ഉമയ്യത്ത് ചോദിക്കുന്നുണ്ട്, നീ മുസ്ലിമായി എന്നാണല്ലോ ഞാൻ കേട്ടത്, അത് സത്യമാണോ? ആ സമയത്ത് തൻ്റെ ഇസ്ലാം മറച്ചു വെക്കാമായിരുന്നിട്ട് പോലും ബിലാൽ റളിയല്ലാഹു അൻഹു ഉറച്ച ശബ്ദത്തിൽ പറയുന്നു, അതെ, ഞാൻ എന്നു മുതൽ മുസ്ലിം ആയിരിക്കുന്നു. ആ സമയം ഉമയ്യത്ത് ഞെട്ടിപ്പോവുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നീ എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ അടിമയായി നിൽക്കുമ്പോൾ നീ എങ്ങനെയാണ് ആ ഇസ്ലാമിലേക്ക് കടന്നു ചെല്ലുന്നത്? ആ സമയത്ത് ഒരു കൂസലുമില്ലാതെ ബിലാൽ തങ്ങൾ മറുപടി പറയുന്നുണ്ട്, നീ നിനക്ക് വേണ്ടതുപോലെ ചെയ്യുക. ഒരു ശക്തിക്കും എന്നെ ഇതിൽ നിന്ന് നീ പിന്തിരിപ്പിക്കാനാവില്ല. ഞാൻ അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും വിശ്വസിക്കുന്ന യഥാർത്ഥ മുസ്ലിമായി മാറിയിരിക്കുകയാണ്. അന്നു മുതൽ ഉമയ്യത്തിൻ്റെ ക്രൂരമായ പീഡനങ്ങൾക്കാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഇരയാവേണ്ടി വരുന്നത്. 3 തരത്തിലായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു അനുഭവിച്ച അത്രയും വേദന ജടിലമായ പീഡനങ്ങൾ. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലേക്ക് വിവസ്ത്രനായിട്ട് ആ മനുഷ്യനെ കൊണ്ടുപോകുന്നു. എന്നിട്ട് ചാട്ടവാറടിക്കുകയാണ്. ഒരു ദിവസം ഒരു തുള്ളി പോലും വെള്ളം നൽകാതെ ആ മനുഷ്യനെ നിരന്തരം ചാട്ടവാറുകൊണ്ട് ഉമയ്യത്ത് പ്രഹരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൈ എപ്പോഴാണോ ക്ഷീണിക്കുന്നത് ആ സമയത്ത് മാത്രമാണ് ഉമയ്യത്ത് ആ ചാട്ടവാർ പ്രയോഗം അവസാനിപ്പിച്ചിരുന്നത്. അത്രത്തോളം ക്രൂരമായിട്ടാണ് ബിലാൽ തങ്ങളെ ഉമയ്യത്ത് പീഡിപ്പിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഓരോ പീഡനത്തിൻ്റെ അവസരത്തിലും ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഉമയ്യത്ത് പറയുന്നുണ്ട്,
നീ ലാത്തയെന്നോ ഉസ്സയെന്നോ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നീ സ്വതന്ത്രനാണ്. ആ പീഡനങ്ങളിലൊന്നും അദ്ദേഹം വഴിമാറില്ല എന്ന് മനസ്സിലായപ്പോൾ അടുത്ത പ്രതിരോധ മുറയിലേക്ക് ഉമയ്യത്ത് കാലെടുത്ത് വെക്കുന്നു. ആ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഇരുമ്പിൻ്റെ ചുട്ടുപഴുത്ത പടയങ്കികൾ അണിയിക്കുകയാണ്. ശേഷം കഴുത്തിൽ കയറ് കെട്ടിയിട്ട് രാത്രി സമയമായി കഴിഞ്ഞാൽ ആ മക്കയിലുണ്ടായിരുന്ന തെരുവ് ബാലന്മാർക്ക് അദ്ദേഹത്തെ കൊടുക്കുകയാണ്. കൈക്കാലുകൾ കെട്ടി ചുട്ടുപഴുത്ത പടയങ്കികൾ ധരിച്ച് വിവസ്ത്രനായി കഴുത്തിൽ കയറ് കെട്ടി തെരുവിലെ പിള്ളേർ അദ്ദേഹത്തെ മക്കയിലെ തെരുവുകളിലൂടെ മുഴുവനും വലിച്ചു വെച്ച് കൊണ്ടുപോകുന്ന അതിദാരുണമായ കാഴ്ചയാണ് ഓരോ മക്കാരും കാണുന്നത്. പക്ഷേ അതിനെ എതിർക്കാൻ ഒരാൾ പോലും ഒന്ന് ശബ്ദമുയർത്തിയില്ല. കാരണം കറുത്ത വർഗക്കാരനായ അടിമയായ ആ മനുഷ്യന് വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ ഒരാൾ പോലും അക്കാലത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ നിന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിമകളെയും നിറം കെട്ട മനുഷ്യരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് നമ്മൾ ആ ചരിത്രം വായിക്കുമ്പോൾ അടിവരയിട്ട് മനസ്സിലാക്കണം. ഇത്രയും പീഡനങ്ങൾ തുടർന്ന് വന്നിട്ടും രാവിലെ മുഴുവനും മരുഭൂമിയിലിട്ട് പീഡിപ്പിക്കുന്നു. രാത്രിയായാൽ പടയങ്കികൾ അണിഞ്ഞ് കഴുത്തിൽ കയറ് കെട്ടിയിട്ട് തെരുവിലെ പിള്ളേർക്ക് കൊടുക്കുന്നു. സ്വഹാബത്ത് ചിലർ പറയുന്നുണ്ട്, ബിലാൽ തങ്ങളുടെ ശരീരം മുഴുവനും പൊട്ടി തൊലി മുഴുവനും പൊളിഞ്ഞ് ചോരയൊലിച്ച് കിടക്കുന്ന ബിലാൽ തങ്ങളെ അക്കാലത്ത് ഞങ്ങൾ കണ്ടിരുന്നു. ഇത്രത്തോളം വേദനാജടിലമായ പീഡനങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല. രാവിലെ ആയിക്കഴിഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അട്ടിയായിട്ട് ആ മനുഷ്യൻ്റെ വിവസ്ത്രനായിട്ട് മരുഭൂമിയിൽ കിടത്തിയിട്ട് അട്ടിയായി അദ്ദേഹത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കല്ലുകൾ വെക്കുന്നു. എന്നിട്ട് ഉമയ്യത്ത് പറയുന്നു, നീ ലാത്തയെന്ന് പറയൂ, ഉസ്സ എന്ന് പറയൂ, മനാത്ത എന്ന് പറയൂ. ആ നിമിഷം മുതൽ നീ സ്വതന്ത്രനാണ്. നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കില്ല എന്നല്ല ഉമയ്യത്ത് പറയുന്നത്. നീ അടിമയല്ല, നിന്നെ ഞാൻ സ്വതന്ത്രനാക്കും എന്നാണ്. എന്നിട്ട് പോലും തൻ്റെ ശരീരത്തിന് ഒരു വിലയും നൽകാതെ, ഇത്രയും അനുഭവിക്കുന്ന വേദനകൾക്കൊന്നും ഒരു വില പോലും കൽപ്പിക്കാതെ ബിലാൽ തങ്ങൾ ആ വേദനകളെല്ലാം സഹിച്ച് അഹദെന്ന് മാത്രം ഉച്ചരിച്ചുകൊണ്ട് ഏകനായ റബ്ബിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് കഴിയുന്ന കാഴ്ചയാണ് മക്കയിൽ നിന്ന് നമ്മൾ കാണുന്നത്. ബിലാലിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ കണ്ണീരോടെയല്ലാതെ ആ അധ്യായങ്ങൾ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കില്ല. ഇത്രത്തോളം വേദനാജടിലമായ നിമിഷങ്ങളിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം കഴിഞ്ഞു പോയത്. ഒരു ദിവസം ഉമയ്യത്ത് വിചാരിക്കുകയാണ്, എത്ര പീഡിപ്പിച്ചിട്ടും അദ്ദേഹം ആ മതത്തിൽ നിന്ന് മാറ്റി പറയാൻ പോലും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും ഈ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയാണെന്ന് തോന്നിപ്പോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നാവ് കൊണ്ടെങ്കിലും നിങ്ങൾ അവർ പറയുന്നത് കേൾക്കണം. മനസ്സിൽ നിങ്ങൾ അല്ലാഹുവിനുണ്ടെങ്കിൽ പോലും നിങ്ങൾ നാവ് കൊണ്ടെങ്കിലും നിങ്ങൾ അവർ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്താമല്ലോ എന്ന് പറയാറ്. പക്ഷേ ബിലാൽ തങ്ങൾ അതിനുപോലും തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഒരു വിലയും നൽകിയില്ല. അങ്ങനെയായപ്പോഴാണ് ഉമയ്യത്ത് ഒരു ദിവസം അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. മരുഭൂമിയിൽ വിവസ്ത്രനായി ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ടിട്ട് മനുഷ്യനെ മരുഭൂമിയുടെ ചുട്ടുപഴുത്ത മരുഭൂമിയിൽ കിടത്തിയിട്ട് ഓരോ കല്ലുകളും അയാളുടെ മേലിങ്ങനെ കയറ്റി വെക്കുകയാണ്. അവസാനിക്കാറായി, ജീവൻ്റെ അവസാന ശ്വാസവും നിലക്കാനായി എന്ന നിമിഷത്തിലാണ് അതുവഴി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ കാഴ്ച കണ്ടിട്ട് കടന്നു വരുന്നത്. ഉടനെ ഉമയ്യത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹു ഇലാഹാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ പീഡിപ്പിക്കുകയാണോ? കണ്ടു നിൽക്കുന്നവൻ പോലും പ്രാപ്തിയില്ലാത്ത വിധം അത്രത്തോളം ക്രൂരമായ പീഡനങ്ങൾ. ആ കല്ലുകളെല്ലാം മാറ്റിയിട്ട് അബൂബക്കർ തങ്ങൾ പറയുന്നുണ്ട്, ഈ ബിലാലിന് എനിക്ക് തരൂ, ഈ ചോദിക്കുന്ന പണം ഞാൻ തരാം. ഉടനെ ഉമയ്യത്ത് പറഞ്ഞൊരു സംഖ്യക്ക്, അത് 10 ദിർഹമിന് ആ അടിമക്കച്ചവടം അവിടെ നടക്കുകയാണ്. അവസാനിക്കാറായ ആ ഒരു തുള്ളി ശ്വാസം മാത്രം ബാക്കിയായ ആ ശരീരത്തെ അബൂബക്കർ തങ്ങളിങ്ങനെ ചുമലിൽ വെച്ചിട്ട് തൻ്റെ വീട്ടിലേക്ക് നടന്നു പോവാണ്. ആ സമയത്ത് പിറകിൽ നിന്ന് ഉമയ്യത്ത് വിളിച്ചു പറയുന്നു, അബൂബക്കർ, നീ 10 1 ദിർഹമാണ് ചോദിച്ചതെങ്കിൽ അതിനുപോലും ഞാൻ ആ ബിലാലിന് നൽകുമായിരുന്നു. ഇത്രയും വിലയില്ലാത്തവനാണ് എൻ്റെ കയ്യിൽ ബിലാൽ. ആ സമയത്ത് തിരിഞ്ഞുകൊണ്ട് അബൂബക്കർ തങ്ങൾ പറയുന്ന ഒരു മറുപടിയുണ്ട്, ഉമയ്യ, നീ 10 100 ദീനാറാണ് ചോദിക്കുന്നതെങ്കിൽ പോലും അതുപോലും തരാൻ ഞാൻ തയ്യാറായിരുന്നു. ഇസ്ലാമിൽ അത്രത്തോളം വിലയുണ്ട് ബിലാലിന്. അങ്ങനെ അബൂബക്കർ തങ്ങളും ബിലാലിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കാഴ്ച. അബൂബക്കർ തങ്ങൾ ബിലാലിനെ നേരെ കൊണ്ടുപോകുന്നത് പ്രവാചകന്റെ അടുത്തേക്കാണ്. ഇത്രത്തോളം വേദനാപൂർണമായ ജീവിതത്തിലൂടെ കടന്നു വന്ന ബിലാൽ തങ്ങളെ പ്രവാചകൻ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അന്നു മുതൽ ഓരോ നിമിഷവും പ്രവാചകന്റെ നിഴലായിട്ട് ബിലാൽ തങ്ങൾ പ്രവാചകന്റെ കൂടെ നിൽക്കുന്ന കാഴ്ചയാണ്
ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. മറ്റൊരവസരത്തിൽ മക്കയിലെ പ്രമാണിമാരായിരുന്ന വലീദും സംഘവും ഒക്കെ പ്രവാചകന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവർ അബൂ ത്വാലിബിനെ കണ്ടിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് എന്നിട്ട് പറയുന്നു, ഞങ്ങൾ പ്രവാചകനുമായിട്ട് സംസാരിക്കാനും ഇസ്ലാം സ്വീകരിക്കാനൊക്കെ തയ്യാറാണ്, പക്ഷേ ഈ മുഹമ്മദിന്റെ കൂടെയുള്ള അടിമകളെ ഞങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം, ആ റൂമിൽ നിന്ന് മാറ്റി നിർത്തണം. ബിലാലിനെ പോലത്തെ സുഹൈബിനെ പോലത്തെ അടിമകളെയൊക്കെ ഞങ്ങൾ വരുമ്പോൾ അവിടെ നിൽക്കരുത്. മക്കയിലെ പ്രമാണിമാർ കണ്ടാൽ പറയും, അവരുടെ യജമാനന്മാരായിരുന്നു ഞങ്ങൾ, അവരും ഞങ്ങളുടെ അടിമകളുമായിരുന്ന ഒരേ ആളുകൾ പ്രവാചകന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം, ആ അടിമകളൊക്കെ ആ റൂമിൽ നിന്ന് മാറ്റണം. പല സ്വഹാബത്തും അത് ആഗ്രഹിച്ചു പോയി. അവരെ ഒന്ന് മാറ്റി നിർത്തിയാൽ മതിയല്ലോ. ഇത്രയും വലിയ പ്രമാണിമാരായ മനുഷ്യരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അത് വളരെ വലിയ ശക്തിയായി മാറും. ആ സമയത്ത് അള്ളാഹു ഇടപെടുന്നു. പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രഭാത പ്രഘോഷങ്ങളിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, എനിക്ക് വേണ്ടി തസ്ബീഹ് ചെയ്യുന്നു, അവരെ നിങ്ങൾ മാറ്റി നിർത്തരുത് എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അന്നു മുതൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പേര് പറയപ്പെട്ട എല്ലാ അടിമകളുടെ അടുത്തേക്കും ചെല്ലുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കൂടെ തന്നെ ഇരിക്കുകയാണ്. ആരുമില്ലാത്ത, അവഗണിക്കപ്പെട്ട, സമൂഹത്തിൽ താഴേക്കിടയിലാക്കപ്പെട്ട മനുഷ്യരുടെ കൂടെയായിരുന്നു എന്നും അള്ളാഹുവും പ്രവാചകനൊക്കെ എന്നാണ് ഈ ചരിത്രവും നമ്മോട് പറയുന്നത്. ഒരു ദിവസം അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മനോഹരമായ സംഭവം നടക്കുന്നുണ്ട്. അദ്ദേഹം ഗിഫാർ ഗോത്രത്തിൻ്റെ തലവനായിരുന്നു, വളരെ സമ്പന്നനായ മനുഷ്യനായിരുന്നു, ആദ്യകാലത്തെ ഇസ്ലാമിലേക്ക് വന്ന പ്രമുഖനായ സ്വഹാബിയാണ്. അദ്ദേഹവും ബിലാൽ തങ്ങളും എന്തോ ഒരു പ്രശ്നത്തിനിടയിൽ പെട്ടിട്ട് യബ്ന സൗദ, ഓ കറുത്ത പെണ്ണിൻ്റെ മോനെ എന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ തങ്ങളെ വിളിച്ചു പോവുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ബിലാൽ തങ്ങളുടെ ജാഹിലിയത്തിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരായിരുന്നു അത്. ബിലാൽ തങ്ങൾക്ക് വളരെ വിഷമായി. ഇസ്ലാമിൽ ഇതൊന്നുമില്ല, വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിലൊന്നും മാറ്റി നിർത്തലുകളില്ല എന്നൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഇസ്ലാമിലേക്ക് വന്നത്, എന്നിട്ട് ഇവിടെ വന്നപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. വളരെ വിഷമിച്ചിട്ട് ബിലാൽ തങ്ങൾ പരാതിയായിട്ട് പ്രവാചകന്റെ അടുത്തേക്ക് എത്തി. പ്രവാചകന്റെ മുഖം ചുവന്നു ഇത് കേട്ടപാടെ. ഉടനെ അബൂദറിനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അബൂദറിനോട് പ്രവാചകൻ പറയുന്നു, അബൂദർ, ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ ജാഹിലിയത്തിന്റെ കറുപ്പുണ്ടോ? അതിപ്പോഴും തെളിഞ്ഞിട്ടില്ലേ? പ്രവാചകന്റെ ശകാര വാക്കുകൾ. ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന അബൂദർ റളിയല്ലാഹു അൻഹുവിന് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്ന് പോലും തോന്നിപ്പോയി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിന്ന് അത്രയും പരിഹാസം കേട്ടിരിക്കുകയാണ്. ബിലാൽ തങ്ങളുടെ അടുത്ത് നിന്ന് ബിലാൽ തങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഇനി ചെയ്യുക? അടുത്ത ദിവസം സുബഹി നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കാൻ വരുന്ന ബിലാൽ തങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വാതിൽ തുറക്കുമ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു മണ്ണിൽ മുഖം വെച്ചിട്ട് കിടക്കുന്നുണ്ട്. ബിലാൽ തങ്ങളെ, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല, നിങ്ങളെ അങ്ങനെ പറഞ്ഞു വേദനിപ്പിച്ചതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അതുകൊണ്ട് ആ കാലുകൊണ്ട് എൻ്റെ മുഖത്ത് ചവിട്ടിയിട്ട് വേണം, ആ ജാഹിലിയത്തിലെ അവസാനത്തെ നിറവും ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ ഇനി ഇതിൽ കടന്നു പോകാൻ. ഞാൻ എഴുന്നേറ്റ് തരില്ല. ബിലാൽ തങ്ങൾ പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഞങ്ങളുടെ നേതാവാണ്, സമ്പന്നനായ വളരെ വലിയ മനുഷ്യനാണ്. ഞാനിത് ആ പ്രശ്നങ്ങൾ ഇന്നലെ തന്നെ അവസാനിപ്പിച്ചതാണല്ലോ, നിങ്ങൾ എഴുന്നേൽക്കണം. ഇല്ല, അബൂദർ തങ്ങൾ എഴുന്നേൽക്കുന്നില്ല. ബിലാൽ തങ്ങൾ അങ്ങനെ അബൂദർ തങ്ങളുടെ നിർബന്ധത്തിൽ വഴങ്ങി ചവിട്ടി എന്ന പേരിന് മാത്രം ആ കാലിലൊന്നും മുഖത്ത് വെച്ചതിന് ശേഷം അദ്ദേഹത്തെ വാരിപ്പുണർന്ന് നെഞ്ചത്ത് ചേർത്ത് പിടിച്ച് കവിളിൽ ഉമ്മ വെക്കുന്ന അത്രയും വലിയ സുഹൃത്ത് ബന്ധങ്ങളാക്കി അവരെ പ്രവാചകൻ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ആ ചരിത്രത്തിൽ നമ്മോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം. വെളുവെളുത്ത സൽമാൻ അൽ ഫാരിസിയെയും കറുകറുത്ത ബിലാൽ ബിൻ റബാഹിനെയും ഒരേ സൊഫിലാണ് നിർത്തി ഒരേ പാത്രത്തിൽ ഭക്ഷിപ്പിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന വർണ്ണവർഗ വൈജാത്യങ്ങൾക്കെതിരെ പോരാടിയ ആ വിപ്ലവകാരിയെ ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഹിജ്റയായിരുന്നു. എല്ലാവരും ജനിച്ചു വളർന്ന നാടും വീടൊക്കെ വിട്ടിട്ട് എല്ലാ സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. മദീനയിലെത്തിയ ഉടനെ പല സ്വഹാബത്തിനും പനി പിടിക്കുന്നുണ്ട്. മക്ക പോലെ അത്ര സുന്ദരമായ ഒരു കാലാവസ്ഥയല്ല മദീനയിലുണ്ടായിരുന്നത്. പല തവണ ചരിത്രത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. പ്രവാചകന്റെ ഉപ്പക്കും അതുപോലെ അബ്ദുൽ മുത്തലിബിനൊക്കെ രോഗം പിടിപെടുന്നത് ഈ മദീനയിൽ വെച്ചിട്ടാണ്. അവിടുത്തെ കാലാവസ്ഥയോ പ്രകൃതിയോ അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതോ അവരുടെ ശരീരത്തിന് യോജിച്ചതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മദീനയിലെത്തിയ ഉടനെ പലർക്കും പനി പിടിക്കുന്നു. ബിലാൽ തങ്ങളും പനി പിടിച്ചിട്ട് വീട്ടിൽ കിടക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായിരുന്ന ആയിഷ ബീവി ബിലാൽ തങ്ങളെ കാണാൻ പോകുന്നുണ്ട്. അന്ന് പരസ്പരം കാണലൊക്കെ ഹറാമാക്കുന്നതിന് മുൻപായിരുന്നു അത്. ആ ആയത്തൊക്കെ ഇറങ്ങുന്നതിന് മുൻപ്
ആ സമയത്ത് ബിലാൽ തങ്ങൾ ഇങ്ങനെ പനിച്ച് വിറച്ച് കിടക്കുമ്പോൾ തൻ്റെ നാടിനെ പറ്റി ഓർത്തിട്ട് ഇങ്ങനെ കവിത പാടുന്നത് ആയിഷ ബീവി കേൾക്കുന്നുണ്ട്. ഇനി എന്നാണ് എനിക്ക് എൻ്റെ മക്കയിൽ എത്തിച്ചേരാനാവുക, അവിടുത്തെ തെളിനീരെന്നാണ് എനിക്ക് കുടിക്കാനാവുക, ആ മണ്ണിലേക്ക് ഇനി എന്നാണ് ഞാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് പനിച്ച് വിറച്ച് കിടക്കുമ്പോഴും ബിലാൽ തങ്ങൾ ഇങ്ങനെ കവിത പാടുന്നത് ആയിഷ ബീവി വളരെ വേദനയോടെ കേൾക്കുകയാണ്. മാനസികമായിട്ട് അദ്ദേഹം വളരെ തകർന്നു പോയിട്ടുണ്ട് ഈ നാട് വിട്ടു പോയതിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട്. ആയിഷ ബീവി പ്രവാചകനോട് എന്നിട്ട് പറയുന്നുണ്ട്, സ്വഹാബത്ത് പലരും രോഗമായിട്ട് കിടക്കാണ് നബിയെ, ബിലാൽ തങ്ങൾ ഇങ്ങനെ കവിത പാടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രവാചകൻ ഉടനെ അള്ളാഹുലേക്ക് കയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ ഈ മദീനയെ മക്കയേക്കാൾ ഇവർക്ക് പ്രിയങ്കരമാക്കി കൊടുക്കണേ, മാത്രമല്ല അവരുടെ രോഗങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ. അന്ന് മുതൽ മദീന ലോകത്തുള്ള സകല മനുഷ്യർക്കും ഏറ്റവും പ്രിയങ്കരമായ നാടായിട്ട് മാറുകയാണ്. ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്നവർക്ക് പോലും മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ ആ നടത്രത്തോളം പ്രിയങ്കരമായ ഒരു ദേശമായിട്ട് മാറുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ എത്താനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ എന്ന ഈ വേളയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് മദീന എല്ലാവർക്കും പ്രിയപ്പെട്ട നഗരമായിട്ട് മാറുന്നതിൽ പ്രവാചകന്റെ ആ പ്രാർത്ഥനയാണ് എന്നുള്ളതാണ്. ആ പ്രാർത്ഥന വരുന്നത് ഈ ബിലാൽ തങ്ങളുടെ കവിത മുഖേനയാണ് എന്നതുകൂടെ നമ്മൾ ഈ രംഗത്ത് ചേർത്ത് വെച്ച് വായിക്കണം. മദീനയിലെത്തിയതിനു ശേഷം ഇസ്ലാമിന് പുതിയ കർമ്മഭൂമിയും അതിൻ്റെ പ്രവർത്തന പാതകളൊക്കെ ഉണരുകയാണ്. നിസ്കാരത്തിന് 5 നേരവും ആളുകളെ വിളിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം ആരംഭിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രവാചകനും സ്വഹാബത്തും ഒക്കെ കാര്യമായിട്ടുള്ള ചർച്ചയിലാണ്. ആ സമയത്ത് ഒരു സ്വഹാബി പറഞ്ഞു, നമുക്ക് ക്രിസ്ത്യൻസിൻ്റെ പോലെ മണിയടിക്കാം. പിന്നെ മറ്റൊരു സ്വഹാബി പറയുന്നുണ്ട്, നമുക്ക് ജൂതരുടെ പോലെ കാഹളം ഊതിയിട്ട് എല്ലാവരെയും വിളിക്കാം. അങ്ങനെ എല്ലാവരും പല അഭിപ്രായങ്ങളും പറഞ്ഞ് അന്നത്തെ ചർച്ച അവിടെ അവസാനിപ്പിച്ചിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സെയ്ദ് എന്ന സ്വഹാബി ഒരു സ്വപ്നം കാണുന്നുണ്ട്. അദ്ദേഹം പച്ച വസ്ത്രം അണിഞ്ഞ ഒരു മാലാഖ വന്നുകൊണ്ട് ഈ ബാങ്കിൻ്റെ ലഫ്ലുകൾ, നമ്മൾ ഇന്ന് കേൾക്കുന്ന ബാങ്കിൻ്റെ ലഫ്ലുകൾ ആ സ്വഹാബിക്ക് സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത ദിവസം ഉടനെ അദ്ദേഹം പ്രവാചകൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അതേസമയം പ്രവാചകൻ്റെ അടുത്ത് ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഇതേ സ്വപ്നം കണ്ടിരിക്കുകയാണ്. ഈ ബാങ്കിൻ്റെ ലഫ്ലും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പ്രവാചകൻ ഉടനെ ചോദിക്കുന്നു, അയിന ബിലാൽ, എൻ്റെ ബിലാൽ എവിടെയാണ്? ഉടനെ ബിലാൽ റളിയല്ലാഹുവിനെ കൊണ്ടുവരുന്നു. ഈ സ്വഹാബിയോട് ബിലാൽ തങ്ങൾക്ക് ബാങ്കിൻ്റെ ലഫ്ലുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറയുന്നു. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅദ്ദിനായിട്ട് ആ ജീവിതകാലം മുഴുവനും പ്രവാചകന്റെ അവസാന കാലം വരെ, പ്രവാചകന്റെ ശ്വാസം നിലക്കുന്നത് വരെ ബിലാൽ തങ്ങൾ തന്നെയാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅദ്ദിനായിട്ട് എല്ലാവരെയും നിസ്കാരത്തിലേക്ക് വിളിക്കുന്ന അത്രയും മഹത്തരമായ ആ കർമ്മം നിർവഹിക്കുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. മുൻകാലത്തുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ ജീവിതങ്ങളിലൊന്നും ആ ബാങ്കിൻ്റെ ഒരു സങ്കല്പമോ ആ കർമ്മങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ പ്രവാചകൻ തുടങ്ങി ഇന്ന് വരെ ലോകത്തെല്ലായിടത്തും ഒരു നിമിഷം പോലും നിലക്കാതെ ബാങ്കുകൾ പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതവും അവിടുത്തെ സന്ദേശങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദാസമയം ആ മനുഷ്യനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ബിലാൽ തങ്ങൾ ഇല്ലാത്ത അപൂർവം അവസരങ്ങളിൽ അന്ധനായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂമാണ് മദീന പള്ളിയിൽ ബാങ്ക് വിളിച്ചിരുന്നത്. ഓരോ ദിവസവും 5 നേരത്തെ ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ബിലാൽ തങ്ങൾ പള്ളിയിലേക്ക് വരുന്നു, പ്രവാചകനെ വിളിക്കുന്നു, നബിയെ ബാങ്ക് വിളിക്കട്ടെ എന്ന് സമ്മതം ചോദിക്കുന്നു, ശേഷം ബാങ്ക് വിളിക്കുന്നു. എല്ലാ അവസരങ്ങളിലും ഇങ്ങനെ പ്രവാചകന്റെ കൂടെ തന്നെ പ്രവാചകന്റെ മുഅദ്ദിനായിട്ട് 10 വർഷക്കാലം ബിലാൽ റളിയല്ലാഹു അൻഹു ജീവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ബദർ യുദ്ധവേളയിൽ നടക്കുന്ന ഏറ്റവും മനോഹരമായ സംഭവവും ഈ ബിലാൽ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ യജമാനനായിരുന്ന ഉമയ്യത്ത് ബിൻ ഖലഫിനെ ബിലാൽ റളിയല്ലാഹു അൻഹു പോർമുഖത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. ഉടനെ തന്നെ പീഡിപ്പിച്ച, പട്ടിണിക്കിട്ട അതേ മനുഷ്യനെ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ അദ്ദേഹം ആ ബദർ യുദ്ധത്തിൽ വെച്ചിട്ട് കൊലപ്പെടുത്തുന്നുണ്ട്. അൻസാരികളൊക്കെ വളരെ ആഘോഷത്തോടുകൂടി അവരിങ്ങനെ കേൾക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. ബിലാൽ തങ്ങളെ ഇങ്ങനെ പീഡിപ്പിച്ച ഉമയ്യത്ത് എന്ന ആ ക്രൂരനായ മനുഷ്യനെ കേൾക്കുക മാത്രമായിരുന്നു. അവരൊക്കെ ആദ്യമായിട്ട് ഉമയ്യത്തിനെ കാണുകയും അതേ ഉമയ്യത്തിനെ ഒരു കാവ്യനീതി എന്നതുപോലെ ബിലാൽ തങ്ങൾ തന്നെയാണ് ആ ബദറിൻ്റെ രണഭൂമിയിൽ വെച്ചിട്ട് കൊലപ്പെടുത്തുന്നത്. ശേഷം അവിടെ അവസാനിക്കുന്നില്ല കഥ. ഉമയ്യത്ത് മരിച്ചു വീണ എല്ലാ മുശ്രിക്കുകളെയും അവർ ഖബറടക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയിലിട്ട് മൂടുകയാണ്. പക്ഷേ മരിച്ചു കിടക്കുന്ന ഇടത്ത് നിന്നും ഉമയ്യത്തിനെ ഉയർത്താൻ പോലും ആർക്കും സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ തൊലിയും മരുഭൂമിയിലെ കല്ലുകളുമായിട്ട് ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അദ്ദേഹത്തിനെ ഉയർത്താൻ ശ്രമിക്കുന്ന സമയത്ത് തൊലി പൊളിഞ്ഞു പോവുകയാണ് അവിടെ.
ഉടനെ സ്വഹാബത്ത് ചെയ്യുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ മരുഭൂമിയിലേക്ക് കല്ലുകൾ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ അവിടെ തന്നെ കല്ലുകൾ മൂടി അട്ടിയായിട്ട് അവിടെ തന്നെ അങ്ങനെ മറവ് ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ ആ പാവപ്പെട്ട ബിലാലിനെ ഇത്രത്തോളം ക്രൂരമായി പീഡിപ്പിച്ച, വിവസ്ത്രനായി കിടത്തി കല്ലുകൾ അട്ടിക്കട്ടിയായി വെച്ച് പീഡിപ്പിച്ച അതേ ഉമയ്യത്ത് അതുപോലെ തന്നെ തൻ്റെ അവസാന കാലത്ത് വിടവാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അള്ളാഹു എല്ലാത്തിനും പ്രതികാരം ചോദിക്കുന്ന ബിലാൽ തങ്ങളുടെ ജീവിതം മുഴുവനും നമ്മൾ എടുത്തു നോക്കുമ്പോഴും അനുഭവിച്ച ഓരോ വേദനക്കും ഇരട്ടിയായി ബിലാൽ തങ്ങൾക്ക് അള്ളാഹു സന്തോഷം നൽകുകയും തങ്ങളെ വേദനിപ്പിച്ചവർക്ക് പ്രതികാരം ചെയ്യുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബദർ അങ്ങനെ മനോഹരമായിട്ട് അവിടെ അവസാനിക്കുകയാണ്. 113 ആളുകൾ 1000-ഓളം വരുന്ന മഹാസഖ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബദർ ഇസ്ലാമിലെ ആദ്യ വിജയത്തിന്റെ കൊടി ഉയർത്തിക്കെട്ടുകയാണ്. ബദർ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ദിവസമായിരുന്നു. ഉഹദ് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ദിവസവും, ഖന്ദഖ് സൽമാൻ അൽ ഫാരിസിയുടെ ദിവസമാണെങ്കിൽ ഫത്ഹ് മക്ക അത് ബിലാൽ ബിൻ റബാഹിന്റെ ദിവസമായിരുന്നു എന്ന് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അത്രത്തോളം മനോഹരമായിരുന്നു ഫത്ഹ് മക്കയിൽ ഉണ്ടായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. എല്ലാം നഷ്ടപ്പെട്ട് ജനിച്ച നാടും വീടൊക്കെ ഉപേക്ഷിച്ചു പോയ, പട്ടിണിക്കിട്ട് പീഡിപ്പിച്ച അതേ മനുഷ്യരുടെ നാട്ടിലേക്ക് എല്ലാം നേടി തിരിച്ചു വരുന്നവരുടെ ചരിത്രമായിരുന്നു ഫത്ഹ് മക്ക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും അതേ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടിച്ചുകൂടി അവിടെ എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നു. എല്ലാവരും നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും മോചിപ്പിക്കുന്ന മനോഹരമായ മധുരപ്രതികാരം ചെയ്യുന്ന പ്രവാചകനെ ഫത്ഹ് മക്കയിൽ നമ്മൾ കാണുന്നുണ്ട്. ശേഷം അവിടെ കഅബയിൽ ബിലാൽ തങ്ങളാണ് പ്രവാചകന്റെ കൂടെ കഅബയിലേക്ക് കയറുന്നതും അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെ മുഴുവനും പുറത്തേക്കിട്ട് അവിടെ വളരെ ശുദ്ധമാക്കി മാറ്റുന്നതും. ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ തങ്ങളെ വിളിച്ചിട്ട് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തിന് അവിടെ സാക്ഷ്യം വഹിക്കുകയാണ് കാലം. അതേ കഅബയുടെ മുകളിൽ കയറിയിട്ട് ബിലാൽ തങ്ങളോട് ബാങ്ക് വിളിക്കാൻ പറയുന്നു. ബിലാൽ തങ്ങളുടെ ബാങ്കിന്റെ ഈരടികൾ മക്കാ നഗരിയെ മുഴുവനും പ്രകമ്പനം കൊള്ളിക്കുകയാണ്. ചില മക്കാ മുശ്രിക്കുകൾ അവിടുന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാമഹന്മാരിതൊന്നും കാണാതെ എത്രയോ കാലം മുൻപ് മരിച്ചു പോയത് എത്ര നന്നായി. കറുകറുത്ത ആ ബിലാലാണല്ലോ വിശുദ്ധമായ കഅബയുടെ മുകളിൽ കയറിയിരിക്കുന്നത് തുടങ്ങിയ അപവാദങ്ങളും പരിഹാസങ്ങളുമായിട്ട് അപ്പോഴും അവർ ബിലാലിനെ അപഹസിച്ചും പരിഹസിച്ചും നിൽക്കുകയാണ്. പക്ഷേ തന്നെ പട്ടിണിക്കിട്ട, തന്നെ ആ തെരുവുകളിലൂടെ മുഴുവനും തെരുവ് പിള്ളേരുടെ കയ്യിൽ ചാട്ടവാറ് എന്തിയിട്ട് കഴുത്തിൽ കയറ് കെട്ടിയിട്ട് കൊടുത്തുവിട്ട അതേ മക്കയുടെ തെരുവുകളിലേക്കാണ് അതിൻ്റെ ഏറ്റവും ഉന്നതമായ കഅബയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്കിന്റെ ഈരടികൾ ഉയർത്തുന്നത്. ഇസ്ലാമിൽ വംശീയതയെ ഇതിലും മനോഹരമായി എങ്ങനെയാണ് പ്രവാചകനും അല്ലാഹുവൊക്കെ തുടച്ചു നീക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. സൽമാൻ ഫാരിസിയെയും ബിലാൽ തങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന അതേ പ്രവാചകൻ. ഇസ്ലാം അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും യജമാനെന്നോ അടിമയെന്നോ ഉടമയെന്നോ ഇല്ലാതെ എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, നിസ്കാരത്തിലാവട്ടെ ഹജ്ജിലാവട്ടെ എല്ലാ ആരാധന കർമ്മങ്ങളിലും അവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന, വംശീയതയെയും കുടുംബമഹിമയെയും ഒക്കെ തകർത്ത് കളയുകയും ഇലാഹിനോടുള്ള ഹൃദയവിശാലത കൊണ്ട് മാത്രം ആളുകളുടെ സ്ഥാനം അളക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പാരാമീറ്ററിലേക്ക് ഇസ്ലാം ഓരോ മനുഷ്യരെയും മാറ്റി നിർത്തി എന്നതാണ് ഇസ്ലാം ചെയ്ത ഏറ്റവും മഹത്തരമായ കാര്യം. ഇന്ന് പാശ്ചാത്യ ലോകത്തേക്കൊക്കെ നമ്മൾ കണ്ണയച്ചു കഴിഞ്ഞാൽ ഇന്നും അവിടെ കറുത്ത വർഗ്ഗക്കാരനുഭവിക്കുന്ന വേദനയുടെയും പീഡനങ്ങളുടെയും ഒക്കെ കഥകൾ നമുക്ക് ഇന്നും വായിച്ചെടുക്കാൻ സാധിക്കും. അവിടെയാണ് 1400 വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു മഹാവിപ്ലവം തീർത്ത ഒരു വലിയ മനുഷ്യന്റെ കഥ നമ്മൾ ഇവിടെ വായിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ബിലാലിനോട് ചോദിക്കുന്നുണ്ട്, ബിലാൽ, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം അവിടെ കേട്ടല്ലോ, എന്തായിരുന്നു നിങ്ങൾ അതിന് കാരണമാക്കിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനർത്ഥം ബിലാൽ തങ്ങൾ പ്രവാചകന്റെയും മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നല്ല. ബിലാൽ തങ്ങളെ സ്വർഗാവകാശിയാക്കി മാറ്റിയ കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് അവിടെ. ഞാൻ എപ്പോൾ വുളു എടുക്കുമ്പോഴും
അതിനുശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമായിരുന്നു. നിരന്തരം വുളു ഉള്ളവരായിട്ട് ജീവിക്കാനും വുളു എടുക്കുമ്പോഴൊക്കെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനും ഒക്കെ ബിലാൽ തങ്ങൾ ആ സംഭവത്തോടു കൂടെ നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വർഗാവകാശിയാക്കി മാറ്റാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗബാധിതനായിട്ട് കിടക്കുകയാണ്. പനി കൂടിക്കൂടി വരികയാണ്. സ്വഹാബത്തും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. വ്യാഴാഴ്ച അവസാന മഗ്‌രിബ് നമസ്കാരം സ്വഹാബത്തിന് പ്രവാചകന് നേതൃത്വം നൽകുന്നു. പിന്നീട് വീട്ടിൽ തന്നെ കിടക്കുകയാണ്. അന്ന് ആ വ്യാഴം മുതൽ പിന്നീടുള്ള പ്രവാചകൻ്റെ വഫാത്ത് വരെ തിങ്കളാഴ്ച ദിവസം വരെ അബൂബക്കർ തങ്ങളാണ് സ്വഹാബത്തിന് ഇമാമ് നിൽക്കുന്നത്. തിങ്കളാഴ്ച സുബ്ഹ് നമസ്കാരത്തിനെത്തിയ സ്വഹാബത്തിനെ പ്രവാചകൻ തൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ വിരിപ്പ് ഇങ്ങനെ മാറ്റി പുറത്തേക്ക് നോക്കുന്നുണ്ട്. സ്വഹാബത്ത് പ്രവാചകൻ്റെ മുഖം കണ്ടു. സ്വഹാബത്ത് വിചാരിക്കുന്നുണ്ട് പ്രവാചകന് സുഖമായിട്ട് വരികയാണ് എന്ന്. പക്ഷേ അന്ന് ഉച്ചയോടടുത്ത സമയം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുകയാണ്. ബിലാൽ തങ്ങൾ പൊട്ടിക്കരയുന്നു. കറുത്ത വർഗ്ഗക്കാരൻ എന്ന ലേബലിൽ ജീവിതകാലം മുഴുവനും കഴിയേണ്ടി വന്ന ഒരു മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് സമർപ്പിച്ച ആ വലിയ മനുഷ്യനെ എങ്ങനെയാണ് ബിലാൽ മറക്കാനാവുക? ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇതൊക്കെ കാണുന്നതിന് മുന്നേ, പ്രവാചകൻ്റെ വഫാത്തിന് മുന്നേ ഞാൻ മരിച്ചു പോയെങ്കിലെന്ന് പലവട്ടം പറഞ്ഞ് അദ്ദേഹം വിലപിക്കുന്നുണ്ട്. കാരണം പ്രവാചകൻ്റെ വഫാത്ത് അവർക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്തിട്ട് ഇറങ്ങുകയാണ്. അത്രയും വീരശൂര പരാക്രമിയായ ഉമർ റളിയല്ലാഹു അൻഹു പോലും ആ വാർത്തക്ക് മുന്നിൽ അടിപതറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ നബി മരിച്ചു എന്ന് ആര് പറഞ്ഞു? അവൻ്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. അത്രത്തോളം സ്വഹാബത്ത് വേദനിക്കുന്ന കാഴ്ച. അന്ന് ളുഹർ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കാനെടുത്തപ്പോൾ ബിലാൽ തങ്ങൾ ബാങ്ക് വിളിക്കാൻ വേണ്ടി വരുന്ന ഒരു വികാരാതീതമായ കാഴ്ചയുണ്ട്. അല്ലാഹു അക്ബർ എന്ന് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് മുഴുവനാക്കും മുമ്പേ, പ്രവാചകന്റെ പേരുച്ചരിക്കും മുമ്പേ ബോധം കെട്ട് വീഴുന്ന ബിലാൽ തങ്ങളുടെ ചരിത്രം നമ്മളവിടെ വായിക്കുന്നുണ്ട്. മറ്റാരോ വന്നിട്ടാണ് പിന്നീട് ആ ബാങ്ക് അവിടെ പൂർത്തിയാക്കുന്നത്. ദിവസങ്ങൾക്ക് ശേഷം പ്രവാചകന്റെ ഖബറടക്കിയതിന് ശേഷം ബിലാൽ തങ്ങൾ അബൂബക്കർ തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അബൂബക്കർ തങ്ങളെ, എനിക്കിനി ഇവിടെ താമസിക്കാനാവില്ല, ഞാൻ ഈ നാട് വിട്ടു പോവുകയാണ്. ഹബീബിൻ്റെ ഓർമ്മകൾ മാത്രമുള്ള ഈ മദീനയിൽ ഇനി ബിലാലിന് ഇടമില്ല തങ്ങളെ, അതുകൊണ്ട് എനിക്ക് പോകണം. അബൂബക്കർ തങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്, ഇല്ല, നിങ്ങളിനി പോകരുത്, നിങ്ങൾ ഈ ഇടം വിട്ട് പോകരുത്, പ്രവാചകന്റെ സാന്നിധ്യമുള്ള ഈ മദീന വിട്ട് ഇനി നിങ്ങൾ പോകരുതെന്ന് പറയുമ്പോൾ ബിലാൽ തങ്ങൾ പൊട്ടിക്കരയുകയാണ്. ഇവിടുത്തെ ഓരോ മരങ്ങളും ഓരോ നിമിഷങ്ങളും എനിക്ക് പ്രവാചകന്റെ ഓർമ്മകളാണ്, അതുകൊണ്ട് എനിക്കിനി ഇവിടെ നിൽക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അബൂബക്കർ തങ്ങൾ വീണ്ടും സമ്മതിക്കുന്നില്ല. ആ സമയത്ത് ബിലാൽ തങ്ങൾ പറയുന്നുണ്ട്, ഉമയ്യത്തിൻ്റെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ വേദനിച്ച് കിടക്കുന്ന എന്നെ നിങ്ങൾ സ്വതന്ത്രനാക്കിയത് അത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കും. ഇത് നിങ്ങൾ അന്നത് ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കണം. ഉടനെ അബൂബക്കർ തങ്ങൾ ഒന്നും പറയാതെ ഇതിന് സമ്മതിക്കുകയാണ്. ഞാൻ അന്ന് നിങ്ങളെ മോചിപ്പിച്ചത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്, നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക. ഉടനെ അദ്ദേഹം സിറിയയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു മനോഹരമായ കാഴ്ചയുണ്ട്. അത് ചരിത്രത്തിൽ ഇങ്ങനെയാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ അവർ ഇസ്ലാമിന് ആ അധികാര ചിഹ്നങ്ങൾ മുഴുവനും അവർക്ക് നൽകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. സഹാബത്ത് മുഴുവനും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആഗമനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. ആളുകൾ ചൂണ്ടിക്കാണ്ടി ചോദിക്കുന്നുണ്ട്, ആ വിദൂരതയിൽ നിന്ന് നടന്നു വരുന്ന ആ ഒട്ടകപ്പുറത്തേറിയിട്ട് വരുന്ന ആ മനുഷ്യനാണോ നിങ്ങളുടെ ഖലീഫ? ആ സമയത്ത് അവിടെ തടിച്ചുകൂടിയെന്ന സഹാബത്ത് പറയുന്നുണ്ട്, ഒട്ടകപ്പുറത്തേറി വരുന്നത് ഖലീഫയുടെ ഭൃത്യനാണ്. താഴെ ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ച് വരുന്ന കീർത്തുഞ്ഞിയ വസ്ത്രങ്ങൾ ധരിച്ച ആ മനുഷ്യനെ കണ്ടോ? അതാണ് ഞങ്ങളുടെ ഖലീഫ. ഇത്രത്തോളം വികാരാതീതമായ ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അന്വേഷിക്കുമ്പോൾ ബിലാൽ തങ്ങളെയാണ് അവിടെ ആദ്യമായിട്ട് പരിഗണിക്കുന്നത്. മക്കയിൽ ആദ്യമായി ബാങ്ക് വിളിച്ചത്, മദീനയിൽ ആദ്യമായിട്ട് ബാങ്ക് വിളിച്ചത്, ബൈത്തുൽ മുഖദ്ദസിൽ ആദ്യമായിട്ട് ബാങ്ക് വിളിച്ചത്, കറുത്ത വർഗ്ഗക്കാരൻ എന്ന് പറഞ്ഞ് മക്കയിലെ അടിമക്കുട്ടികൾ കയറ് കെട്ടി വലിച്ച് നടന്നിരുന്ന ആ അധമനായ, ആ ഒന്നുമില്ലാത്ത ദരിദ്രനായ, ആ അടിമയായ ബിലാൽ തങ്ങൾ തന്നെയാണ് ഇവിടെയെല്ലാം ആദ്യമായിട്ട് റബ്ബിൻ്റെ പ്രതീകമായ ബാങ്കിൻ്റെ ധ്വനികൾ ഉയർത്തുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ചെയ്യുന്ന, നമ്മൾ ചെയ്തു കൊടുക്കുന്ന, അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ
നീതി കാവ്യനീതി എന്ന് നമുക്ക് അടിവരായിട്ട് പറയാൻ സാധിക്കും. അത്രത്തോളം ബിലാൽ തങ്ങളെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉയർത്തി വെക്കുകയാണ്. ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടിട്ട് വീണ്ടും തിരിച്ച് മദീനയിലേക്ക് പോകുന്ന ഒരു വികാരപൂർണമായ കാഴ്ചയുണ്ട് അവിടെ. അന്ന് മദീനയിലെത്തി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന വീണ്ടും കണ്ട ബിലാൽ റളിയല്ലാഹു അൻഹു ഹസൻ ഹുസൈൻമാരുടെ വളരെ നിർബന്ധത്തിൽ വഴങ്ങിയിട്ട് അടുത്ത വക്തിന് ബാങ്ക് വിളിക്കുന്നുണ്ട്. ബാങ്ക് വിളി ഉയർന്നതോടുകൂടെ മദീനയിലുള്ള മുഴുവൻ മനുഷ്യരും ഇത് പ്രവാചകന്റെ കാലത്ത് കേട്ട ശബ്ദമാണല്ലോ, പ്രവാചകന്റെ ഓർമ്മകളിൽ അവരിലേക്ക് അലയടിച്ചു വരാൻ തുടങ്ങി. അവരെല്ലാവരും പള്ളിയിലേക്ക് ഓടിയെത്തി. അഷ്ഹദു അന്ന മുഹമ്മദ് എന്നെത്തിയപ്പോൾ പതിവ് പോലെ അത് പൂർത്തിയാക്കാനാവാതെ വിറച്ചുകൊണ്ട് നിൽക്കുന്ന ബിലാൽ തങ്ങളെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അത്രത്തോളം പ്രവാചക സ്നേഹിയായ, അവിടുത്തെ അത്രത്തോളം വിശ്വസിച്ചിരുന്ന ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് ആ ജീവിതത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണവേള പോലും നമ്മളെ അത്രത്തോളം ചേർത്ത് പിടിക്കുന്ന മനോഹരമായ രംഗമാണ്. സിറിയയിൽ തന്നെയായിരുന്നു അദ്ദേഹം ബാക്കി കാലം മുഴുവനും ജീവിച്ചിരുന്നത്. മക്കളൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ അവസാന നിമിഷത്തിൽ അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണിത്, ഞാൻ മരിക്കാൻ പോവുകയാണ്. അന്നേരം വിഷമിച്ച് കരയുന്ന ഭാര്യയോട് ബിലാൽ തങ്ങൾ പറയുന്നുണ്ട്, നീ എന്തിനാണ് കരയുന്നത്? ഞാൻ എൻ്റെ ഹബീബായ പ്രവാചകനെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയുടെ തുടക്കം കുറിക്കുകയാണ് ഇവിടെ. മരിച്ചെന്നിട്ട് വേണം എനിക്കെൻ്റെ നബിയെ കാണാൻ, അതുകൊണ്ട് സന്തോഷിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്ന ആ ബിലാൽ തങ്ങളെ, പ്രവാചക പ്രേമിയായ ആ ബിലാൽ തങ്ങളെ തന്നെയാണ് നമ്മൾ ചരിത്രത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കേണ്ടത്. സിറിയയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത് എന്നാണ് പ്രബലമായ അഭിപ്രായം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിലാൽ തങ്ങളോടുകൂടെ നമ്മളെ അവൻ്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.